ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരുപാട് പേര് ആവശ്യപ്പെട്ട സോൾട്ടഡ് ക്രീം ചീസിന്റെ റെസിപ്പിയാണ്. ഇത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ബ്രാൻഡഡ് ക്രീം ചീസിനെക്കാട്ടിലും ടേസ്റ്റി ആയിട്ട് നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാം. അതും വളരെ കുറഞ്ഞ ചെലവിൽ. ഇത് നമ്മൾ ക്രീം ചീസ് ഉപയോഗിക്കുന്ന എല്ലാ റെസിപ്പികളിലും ഉപയോഗിക്കാം. അത് മാത്രമല്ല നമുക്ക് വെറുതെ ബ്രെഡിൽ തേച്ച് കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ഹോം മെയ്ഡ് സോൾട്ടഡ് ക്രീം ചീസിന്റെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് മയോണൈസിൻ്റെ റെസിപ്പിയിൽ ചെയ്ത പോലെ തന്നെ ഒരു പാനിലേക്ക് ഒരു പാക്കറ്റ് പാലൊഴിക്കുന്നുണ്ട്. ഇത് രണ്ടും ഏകദേശം സെയിം പ്രോസസ്സ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ദിവസം തന്നെ ഇടുന്നത്. അത് നമുക്ക് ഇളക്കി കൊടുക്കാം. പാട കെട്ടാതെ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി ഇളക്കി കൊടുക്കാം. അപ്പോൾ അത് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരാണ് ഒഴിക്കുന്നത്. ചെറുനാരങ്ങ നീരിന് പകരം വിനീഗർ ചേർക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ തൈരായാലും മതി. നല്ല പുളിയുള്ള തൈരായിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല പണി കിട്ടും. എനിക്ക് പണി കിട്ടിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം അധികം പുളി ഇല്ലാത്ത തൈര് ഒഴിച്ചു എന്ത് ചെയ്തിട്ടും പിരിയുന്നില്ല. അവസാനം ഞാൻ പിന്നെ വിനീഗർ എടുത്ത് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം തൈര് ഒഴിച്ചെന്ന് വെച്ച് പ്രശ്നമൊന്നുമില്ല. അങ്ങനെ വരുമ്പം കുറച്ച് വിനീഗറോ നാരങ്ങ നീരോ ഒഴിച്ച് ഒന്ന് പിരിച്ചെടുത്താൽ മതി. നാരങ്ങ നീര് ഒഴിക്കുന്ന സമയത്ത് തീ വളരെയധികം കുറച്ച് വെച്ച് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും അതങ്ങ് പിരിഞ്ഞു വരും. ആ വെള്ളത്തിൻ്റെ കളർ പച്ച കളറാവും. ആ കട്ടകളും വേറെ ആവുമ്പോഴത്തേക്കും ഓഫാക്കാം. അത് അവിടെ ഇരുന്ന് അധികം തിളപ്പിക്കരുത്. നമുക്ക് ഒരു അരിപ്പയിലേക്ക് അങ്ങ് അരിച്ചൊഴിച്ച് വെക്കാം. അത് പ്രസ് ചെയ്ത് പിഴിഞ്ഞ് കളയേണ്ട ആവശ്യമില്ല. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതിപ്പോൾ നന്നായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ എടുക്കാവുള്ളൂ. ഫ്രിഡ്ജിൽ വെച്ചൊന്നും തണുപ്പിക്കേണ്ട. പുറത്ത് തന്നെ വെച്ചിരുന്നാൽ മതി. അതവിടെ ഇരുന്ന് നന്നായിട്ട് തണുക്കട്ടെ. ഇതിപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഈ പാലിൻ്റെ കട്ടകൾ ഇരിക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. ഇൻഗ്രീഡിയൻസും മെഷർമെൻറ്റ്സും ഒക്കെ കുറച്ച് വ്യത്യാസമുണ്ട് നമ്മൾ ഉണ്ടാക്കിയ മയോണൈസും ഈ ക്രീം ചീസും തമ്മിൽ. 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 നുള്ള് പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഒഴിക്കുന്നത് ഫ്രഷ് ക്രീമാണ് കേട്ടോ. ഒരു 1.5 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ഒഴിക്കാം. ഫ്രഷ് ക്രീമിന് പകരം പാലായാലും മതി. പക്ഷേ ടേസ്റ്റ് ഫ്രഷ് ക്രീമാണ്. നമുക്ക് നന്നായിട്ട് അങ്ങ് അടിച്ചു കൊടുക്കാം. ലോ സ്പീഡിൽ നിന്ന് ഹൈ സ്പീഡിലേക്ക് ഇട്ടിട്ട് അങ്ങ് അടിച്ചു കൊടുക്കാം. ഒന്ന് അടിച്ചു കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കുക. എന്നിട്ട് കുറച്ച് ഒരു അടിയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം ഒരു 1/2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും കൂടെ ഒഴിച്ചു കൊടുക്കുക. പാലാണെങ്കിൽ ഇത്രയും അധികം ഒഴിക്കേണ്ട. അത് അളവ് നോക്കിയെടുക്കണേ. കാരണം ഒരുപാട് ലൂസായി പോകരുത്. ഇപ്പോൾ മൊത്തം 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമാണ് ഒഴിച്ചത്. അതെല്ലാം കൂടെ തട്ടിയിട്ട് നല്ല സ്മൂത്തായിട്ട് അങ്ങ് അരച്ചെടുക്കാം. നമ്മൾ മയോണൈസിൽ ചെയ്ത പോലെ തന്നെ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഒരു ക്രീം ചീസ് ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്തു. എന്തുകൊണ്ട് ഇതുകൊണ്ട് മയോണൈസ് ഉണ്ടാക്കി കൂടാന്നൊരു തോന്നൽ വന്നിട്ട് മയോണൈസിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസും ഒക്കെ വെച്ച് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അത്രയും പെർഫെക്റ്റ് ആയിട്ടൊരു മയോണൈസ് കിട്ടി. ഒരുപാട് സന്തോഷം തോന്നി. എനിക്ക് ശരിക്കും പറഞ്ഞാൽ യുറീക്ക എന്ന് പറഞ്ഞ് ഓടാനൊക്കെ തോന്നി. അത്രയും സന്തോഷമായിരുന്നു എനിക്ക്. ആ മയോണൈസ് അത്രയും ടേസ്റ്റിൽ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറേ ആയിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണത്. ഇതിപ്പം ഏകദേശം 100 ഗ്രാം തന്നെ ഉണ്ട്. 100 ഗ്രാമിൽ കഴിഞ്ഞ് ഒരു ഇച്ചിരിയും കൂടെ വരും. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ക്രീം ചീസ് വെച്ചുണ്ടാക്കിയ പുഡിങ്. അതിൽ 100 ഗ്രാമാണ് ഇട്ടിരുന്നത്. അപ്പോൾ ആ പുഡിങ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഈ ഒരു അളവിൽ ക്രീം ചീസ് ഉണ്ടാക്കിയാൽ മതി. ഇതിപ്പം കുറച്ചൊരു ലൂസ് ഉള്ളതുപോലെ തോന്നും. നമ്മൾ പക്ഷേ ഇതിപ്പം തന്നെ എടുക്കരുത്. ഇത് നമുക്കത് അടച്ചു വെച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനൊരു ക്ലിംഗ് റാപ്പ് വെച്ചൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. സാധാരണ അടപ്പായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഫ്രീസറിലൊന്നും വെക്കണ്ട. ഫ്രിഡ്ജിൽ വെച്ച് അങ്ങ് തണുപ്പിച്ചെടുത്താൽ മതി. തണുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നാലും കുറച്ചുകൂടെ ഒന്ന് തിക്കായിട്ട് വരും. വേണ്ടത് ഇപ്പോൾ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇതിലും കൂടുതൽ തിക്കാവണമെങ്കിൽ കുറച്ചുകൂടി സമയം ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് നല്ല തിക്കായിട്ട് കിട്ടും. അത് മാത്രമല്ല നമ്മൾ ഫ്രഷ് ക്രീം ഒഴിക്കുന്നതിൻ്റെ അളവ് കുറച്ചുകൂടെ കുറച്ചാലും. പക്ഷേ ഇത് നല്ല കറക്റ്റ് നമുക്കത് ബ്രെഡിൻ്റെ മേലെയൊക്കെ സ്പ്രെഡ് ചെയ്യാൻ പറ്റിയ ഒരു ഇതാണ്. ഇതിൻ്റെ ഇപ്പോൾ മുകളിലുള്ള ഹോൾസ് എന്ന് പറയുന്നത് ആ ക്ലിംഗ് റാപ്പിൻ്റെ ഒരു അടയാളമാണ് കേട്ടോ. ഇതിങ്ങനെ അതൊന്ന് തേച്ച് കഴിഞ്ഞാൽ അതങ്ങ് പോയിക്കോളും. നമുക്കൊരു ബ്രെഡിൻ്റെ പീസ് എടുക്കാം. അതിൻ്റെ മേലെ തേച്ച് കൊടുക്കാം. ഇത് കണ്ടോ, കറക്റ്റ് ആ ഒരു ടെക്സ്ചറാണ്. നല്ല തിക്കായിട്ടുള്ള ഒരു ടെക്സ്ചർ. എല്ലായിടത്തും അങ്ങ് ആക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ കഴിക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. വെറുതെ ബ്രെഡിൻ്റെ മേലെ തേച്ച് കഴിക്കാൻ അത്രയും ടേസ്റ്റ് ചെയ്യണം കേട്ടോ. നമ്മളിപ്പോൾ പുറത്തുനിന്ന് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ബ്രാൻഡഡ് ക്രീം ചീസിനെ കഴിഞ്ഞും ടേസ്റ്റ് ഉണ്ട്. അത് ഞാൻ ഗ്യാരണ്ടി പറയാം. നമുക്കിത് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം, പുറത്ത് വെക്കരുത്. എളുപ്പത്തിൽ കഴിഞ്ഞില്ല. എത്ര പെട്ടെന്ന് നമ്മൾ ക്രീം ചീസ് ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ക്രീം ചീസ് ഉപയോഗിക്കുന്ന എല്ലാ റെസിപ്പികളിലും ഈ ഒരു ക്രീം ചീസ് ഉപയോഗിക്കാം. അല്ലാതെ നമ്മളിതാ ഇതുപോലെ വെറുതെ ജസ്റ്റ് ബ്രെഡിൽ തേച്ച് കഴിക്കാനും നല്ല, കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.